കുറച്ചു കാലം പിന്നോട്ടേക്ക് നമ്മൾ പോവുകയാണെങ്കില് ഒരു 16 കൊല്ലം മുന്നെയൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കേന്ദ്രത്തില് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ഗവൺമെന്റായിരുന്നു. മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. ആ സമയത്ത് കുറെയധികം സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ കോളേജിലൊക്കെ എത്തിയ സമയത്താണ് മോദി ഗവൺമെന്റ് ബിജെപി എന്ന് പറഞ്ഞ ശക്തിയുമായിട്ട് ഒരു എൻഡിഎ സഖ്യം ഒക്കെ രൂപീകരിച്ചിട്ട് അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം 3 സ്ട്രെയിറ്റ് ടേംസ് കേന്ദ്രത്തില് അധികാരത്തിലേക്ക് വരാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 21 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ബിജെപിയോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ആലൈസോ ആയിട്ടുള്ള എൻഡിഎ എന്ന് പറഞ്ഞ ഈ സഖ്യമാണ്. അപ്പോ ഇപ്പൊ കേരളത്തിലും ഒരു ഇലക്ഷനിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. ആഹ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിജെപിയുടെ ആധിപത്യം നടക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ. അതിന്റെ ഇടയില് കോൺഗ്രസ് കുറെയധികം താഴോട്ടേക്കും പോകുന്നുണ്ട്. കുറെ സ്റ്റേറ്റ്സ് ഇപ്പൊ ഭരിക്കാത്ത സിറ്റുവേഷനും അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്നത് 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഡയറക്ട്ലി. ആഹ് ഇപ്പം കേരളത്തിലാണെങ്കിൽ ഇപ്പൊ സിപിഎം ആണ് ഭരിക്കുന്നത് നമുക്കറിയാം. ഇടതു മുന്നണിയാണ്. അപ്പോ ഇടതു മുന്നണിയും പവറിലിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോ ഈ വരുന്ന ഇലക്ഷൻ ഇങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ടും ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഏപ്രിൽ 9 നടക്കാൻ പോകുന്ന ഇലക്ഷൻ. അപ്പൊ നമുക്കത് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടത്താം. എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സോണൽ. എൻ്റെ കൂടെയുള്ളത് ആനന്ദ്. നയനിധി പോളിസി കളക്റ്റീവിന്റെ കോഫൗണ്ടേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളുടെ കൂടെ ഇന്ന് നയനിധി പോളിസി കളക്റ്റീവിന്റെ മറ്റൊരു കോഫൗണ്ടറായ ജാവേദും കൂടെ കൂടെയുണ്ട്. ഹലോ ജാവേദ്. ഹായ്. അപ്പം ഇന്ന് കേരളത്തിന്റെ അപ്കമിങ് ഇലക്ഷൻസിനെ പറ്റി സംസാരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഇടയിൽ പൊളിറ്റിക്സും ഇലക്ഷൻസും അതിനെപ്പറ്റിയൊക്കെ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾ ജാവേദാണ്. അതുകൊണ്ടാണ് ഇന്ന് ജാവേദും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ 9 അടുത്ത മാസം 9 കേരളത്തിൽ ഇലക്ഷൻസ് നടക്കുകയാണ്. അതിനുശേഷം മെയ് 4 റിസൾട്ട് വരും. കഴിഞ്ഞ 2 ടേമായിട്ട് LDF ഗവൺമെന്റ് കേരളത്തിൽ റൂളിംഗ് പാർട്ടിയായിരുന്നു. ഈ വർഷത്തെ ഇലക്ഷൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ സ്പെഷ്യലാണ്. ഈ പോഡ്കാസ്റ്റിന്റെ റെക്കോർഡിംഗ് തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈ വർഷത്തെ ഇലക്ഷൻ സ്പെഷ്യൽ എന്നുള്ളത്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ സ്പെഷ്യൽ എന്നൊന്ന് ആദ്യം ഒന്ന് സംസാരിച്ചാലോ? എന്താണ് ജാവേദ് ആനന്ദ് തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഈ വർഷത്തെ ഇലക്ഷൻ സ്പെഷ്യൽ ആയിട്ടുള്ളത്? യെസ്. അപ്പൊ സോണില് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ വളരെ വിരളമായിട്ടാണ് ഒരു സെക്കൻഡ് ടേമിൽ ഒരു ഗവൺമെന്റ് കണ്ടിന്യൂറ്റി വരുന്നത്. അപ്പൊ ആ ഒരു ഗവൺമെന്റ് തേർഡ് ടേമിൽ ഭയങ്കര വിഗറസ് ആയിട്ട് മുന്നോട്ട് നോക്കുന്ന ഒരു LDF ഗവൺമെന്റ് ഒരു സൈഡിലുണ്ട്. രണ്ടാമതായിട്ട് 10 വർഷമായിട്ട് ഭരണത്തിലില്ലാത്ത UDF സർക്കാർ, കോൺഗ്രസ് നയിക്കുന്ന UDF സർക്കാർ. അവർക്കൊക്കെ കാരണം നമുക്ക് ഈ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടി അറിയാം. അവർക്ക് ഭരണം ഇല്ലാതെ പവർ ഇല്ലാതെ അവർക്ക് ഒരു അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടിയാണ്. അവരൊരു സൈഡിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഒരു ഭരണത്തിന് വേണ്ടി നിൽക്കും. മൂന്നാമതായിട്ട് നമുക്കിപ്പോൾ കേരളത്തിൽ ഒരു എമേർജിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് NDA, BJP നയിക്കുന്നത്. അപ്പോൾ BJP കാലങ്ങളായിട്ട് കേരളത്തിൽ ഒരു ഫുട് ഹോൾഡ് നോക്കുന്നുണ്ട്. അവർക്ക് കേരളം, തമിഴ്നാട് അങ്ങനെ കുറച്ച് പോക്കറ്റ്സ് ആയിട്ട് ബാക്കി എല്ലായിടത്തും ഒരു ഭയങ്കര ഒരു ഇൻറോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തില് ഒരു കുറച്ചെങ്കിലും BJP പറയുന്ന ഒരു 10 സീറ്റുകളോളം കേരളത്തിൽ നേടുക എന്നുള്ളൊരു ടാർജറ്റോട് കൂടി BJP നിൽക്കുന്നത്. ഇങ്ങനെ 3 വളരെ കോമ്പീറ്റിംഗ് ആയിട്ട് 3 ഫ്രണ്ട്സ് ഈ ഒരു ഇലക്ഷൻ നോക്കിക്കാണുന്നുണ്ട്. അത് ഈ ഒരു ഇലക്ഷനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. എഡ്ജ് ഓഫ് ദ സീ ത്രില്ലർ പോലെ നമുക്കൊരു ഇലക്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്കറിയാം ഇപ്പോ നമ്മുടെ 2021 നമ്മുടെ സെൻസസ് നടന്നിട്ടില്ല. അപ്പോ ഏതൊരു സമയത്ത് വേണം നമുക്ക് സെൻസസ് നടക്കാം. അപ്പോ നെക്സ്റ്റ് സെൻസസിന് മുമ്പുള്ള ഒരു ഇലക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും ഒരു മണ്ഡല പുനർനിർണയം എന്ന് പറഞ്ഞൊരു പ്രക്രിയ നടക്കാറുണ്ട് ഓരോ 10 വർഷം കൂടുമ്പോൾ. അതൊരു 2031 മുമ്പ് നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുമല്ല, ഈ മണ്ഡല പുനർനിർണയം 1971 ശേഷം നടന്ന മണ്ഡല പുനർനിർണയത്തിൽ മണ്ഡലങ്ങളുടെ എണ്ണം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് സീറ്റുകളുടെ എണ്ണം കൂട്ടിയിട്ടില്ല. കേരളത്തിൽ പറയുകയാണെങ്കിൽ 140 സീറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലും 20 സീറ്റ് ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇതിലൊരു നമ്പേഴ്സിന്റെ എണ്ണം കൂട്ടിയേക്കാവുന്ന ഒരു ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ മണ്ഡല പുനർനിർണയമാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന മണ്ഡല പുനർനിർണയം. അപ്പോൾ കേരളത്തിന്റെ ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ ഒരു ഭയങ്കരമായിട്ടൊരു ടെക്ടോണിക് ഷിഫ്റ്റ് വരാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു ഇലക്ഷൻ കൂടിയാണ് ഇത് വരുന്നത്. ടെക്ടോണിക് ഷിഫ്റ്റ് വരാൻ പോകുന്നു എന്ന് പറയാൻ കാരണം, പക്ഷെ നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റികളുടെ
അപ്പോൾ റിലീജിയസ് വൈസ് ആയിക്കോട്ടെ, കാസ്റ്റ് വൈസ് ആയിട്ട് ഒരുപാട് ചേഞ്ചസ് 1971 ശേഷം വന്നിട്ടുണ്ട്. ഉം. അതിനെല്ലാം റിഫ്ലക്ട് ചെയ്താക്കാവുന്ന രീതിയിലുള്ള ഒരു മണ്ഡല പുനർനിർണയം വരുന്നതിന് മുമ്പുള്ള ഒരു ഇലക്ഷന് കൂടിയാണത്. ഈ 2 ഫാക്ടേഴ്സാണ് എനിക്ക് എന്റെ മനസ്സിലോട്ട് വരുന്നത്. ജാവേദ് പറഞ്ഞതിന്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ തോന്നുന്നത് ഇതൊരു ഭയങ്കര ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആവാൻ സാധ്യതയുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് വേറൊരു സ്റ്റേറ്റിലും ഇപ്പൊ ഇടതുമുന്നണി ഇല്ല. അവസാനത്തെ ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അപ്പോ അവരെന്ത് ചെയ്തിട്ടും ഈ ഒരു അധികാരം പിടിച്ചു തന്നെ നിൽക്കണം എന്നുള്ളൊരു ഇതിലായിരിക്കും അവർ ഈ ഒരു ഇലക്ഷനെ മുന്നോട്ടേക്ക് കാണുന്നത്. അതേസമയം ജാവേദ് പറഞ്ഞതുപോലെ UDFനും കോൺഗ്രസിനും ഒക്കെ ഇതൊരു വലിയൊരു ബാറ്റിലാണ് കേരളം ജയിക്കുക എന്നുള്ളത്. ഇപ്പൊ ഒരു 3 സംസ്ഥാനങ്ങളിൽ മാത്രമേ കോൺഗ്രസ് ഭരിക്കുന്നുള്ളൂ. കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടിക്ക് ഉള്ളിൽ കുറേയധികം ഫാക്ഷൻസും അങ്ങനെയൊക്കെ ഉള്ളൊരു പാർട്ടിക്ക് ഭരണം എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവരൊക്കെ തമ്മിൽ അടിച്ചു പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസിനും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇലക്ഷനാണ്. LDFനും CPMനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇലക്ഷനാണ്. യാ. അപ്പം പല രീതിയിലും ഈ ഇലക്ഷൻ സ്പെഷ്യലാണ്. പക്ഷെ കേരളത്തിന്റെ മൊത്തത്തിലൊരു അറ്റ്മോസ്ഫിയർ ഇപ്പം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആൾക്കാര് ജനറലി വളരെ പൊളിറ്റിക്കലി അവെയർ ആയ ആൾക്കാരാണ്. ന്യൂസ് ചാനൽസും ന്യൂസ് ഡിസ്കഷൻസ് ഒക്കെ കാണുന്ന ആൾക്കാരാണ്. പൊതുവെ പത്രം വായിക്കുന്നവരാണ്. പൊളിറ്റിക്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഒരു ഉത്സവ അന്തരീക്ഷമാണ്. റൈറ്റ്. ഇപ്പോൾ ഒരു കിലോമീറ്റർ നമ്മൾ എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ അവിടെയൊക്കെ എവിടെയെങ്കിലും ഒരു പ്രസംഗം നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രചരണ പരിപാടികൾ നടക്കുന്നുണ്ടാവും. പോസ്റ്റേഴ്സ് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ചായക്കടയിൽ പോവുകയാണെങ്കിൽ അവിടെ ഇലക്ഷനെ പറ്റിയുള്ള സംസാരം ഉണ്ട്. അല്ലെങ്കിൽ ഇലക്ഷൻ ന്യൂസ് TV-യിൽ വെച്ചിട്ടുണ്ടാവും. മൊത്തത്തിലൊരു ഫെസ്റ്റിവൽ അറ്റ്മോസ്ഫിയർ ആണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏത് പാർട്ടി ജയിക്കും എന്നുള്ള തർക്കവും പരിപാടികളും ന്യൂസ് ചാനലിൻ്റെ ഇൻ്റർവ്യൂകളും മുഴുവൻ ഇലക്ഷൻ ബസ്സൊക്കെ ഇപ്പം പല ചാനലുകളും ഓടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കാര്യമായ പരിപാടികളാണ്. റൈറ്റ്. അപ്പം ഇലക്ഷനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് എല്ലാ പാർട്ടികളുടെയും ഇപ്പോഴത്തെ ഒരു സ്ഥിതി വിവരം, ആരാണ് ജയിക്കാൻ സാധ്യത, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു കഴിഞ്ഞ ഒരു 5 വർഷത്തെ അവരുടെ ഇപ്പം റൂളിംഗ് ഗവൺമെൻറ് ആണ് പെർഫോമൻസ്, അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടികൾ എന്താണ് അവർ നോക്കുന്ന സ്ട്രാറ്റജി എന്നതിനെപ്പറ്റി ജനറലി ഒരു ഡിസ്കഷൻ നമുക്ക് ഇനിഷ്യലി നടത്താൻ തോന്നുന്നു അല്ലേ? ഓക്കെ. ജാവേദ്, എന്ത് തോന്നുന്നു ഈ ഇലക്ഷനിൽ ഓരോ പാർട്ടികളുടെയും എങ്ങനെയാണ് അവർ പ്ലേസ്ഡ് ആയിട്ടിരിക്കുന്നത്, അവരുടെ ഓരോരുത്തരുടെയും സ്ട്രാറ്റജി എന്താണ് അവരുടെ ഡിസഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് എന്നൊന്ന് ജനറലി പറയാമോ? നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ LDF, UDF, ND ഈ 3 സഖ്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമ്മളിപ്പോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇലക്ഷൻ ഏകദേശം ഒരു 13 ദിവസങ്ങളോളം ഉണ്ട്. അപ്പോൾ ഈ ഒരു 13 ദിവസം ഭയങ്കര ക്രൂഷ്യലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന ഇഷ്യൂസ് എല്ലാം ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. സാധാരണ സിഫോളജിസ്റ്റുകൾ പറയാറുള്ളത് കേരളത്തിന് ഏറെയുണ്ട് ഒരു 10% സ്വിംഗ് വോട്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇതുവരെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ. 10% എന്ന് പറയുന്നത് ഏത് സൈഡിലോട്ട്, അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത സൈഡിലോട്ട് വരുന്നോ അവർക്കൊരു ഇലക്ഷൻ അവർക്കായിരിക്കും ഒരു വിന്നിംഗ് സൈഡായിട്ട് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു 92-93% ആളുകൾ ഏകദേശം വോട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണമായേക്കാവുന്ന ഫാക്ടേഴ്സ് എന്താ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് വെക്കാം അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോഴത്തെ റൂളിംഗ് ഫ്രണ്ട് ആയിട്ടുള്ള LDF, CPM നയിക്കുന്ന LDFനുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാമെന്നുള്ളത് നോക്കാം. ആദ്യം അവരുടെ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള അവരുടെ വികസന പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇപ്പൊ അവരുടെ മൊത്തം ക്യാമ്പയിനിങ്ങും അവർ ഈ വികസന പ്രവർത്തനങ്ങൾ ഊന്നിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് അവര് കുറച്ചുകൂടി അവർ കിഫ്ബി എന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലൂടെ ഒരുപാട് ഡെവലപ്മെന്റ് വർക്ക്സുകൾ നടത്തുന്നുണ്ട്. അത് ഗവൺമെന്റ് കണക്ക് പ്രകാരം ഏകദേശം 1.1 lakh crore റുപ്പീസിന്റെ ഡെവലപ്മെന്റ് വർക്ക്സുകൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലായിട്ട് നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. അതിന്റെ അകത്ത് ഒരുപാട് കണക്ടിവിറ്റിയിൽ ഭയങ്കര ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റീസെന്റ് അരൂർ ഒരു വലിയൊരു പാലം കൊണ്ടുവന്ന് നമ്മൾ ന്യൂസിലെല്ലാം ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ, മലയോര ഹൈവേ, പിന്നെ അതുപോലെ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഒരുപാട് ഹോസ്പിറ്റൽസ്, അങ്ങനെയായിട്ട്. കൂടാതെ തന്നെ ഗവൺമെന്റ് ഒരുപാട് സോഷ്യൽ വെൽഫെയറിംഗ്, ഹൗസിംഗുമായിട്ട് ഒരുപാട് സ്പെൻഡിങ്. ഈ തരത്തില് വികസന പ്രവർത്തനങ്ങൾ വലിയൊരു എംഫസൈസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗവൺമെന്റ് ഇപ്പോഴത്തെ അവിടെ എല്ലാ ക്യാമ്പയിൻ മെറ്റീരിയലായിട്ടും നമുക്ക് കാണുന്നത് LDF സർക്കാരിന്റെ. രണ്ടാമത്തെ ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ജനറലി ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ടേം കഴിയുമ്പോൾ ഭയങ്കര ആന്റി ഇൻകംബൻസി നമുക്ക് ഫീൽ ചെയ്യാണ്. ഇപ്പോഴത്തെ സർക്കാരിന് അഗെയിൻസ്റ്റ് ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ പോലും CPM അല്ലെങ്കിൽ LDFന്റെ MLA-മാർക്ക് അഗെയിൻസ്റ്റ് ഒരു ആന്റി ഇൻകംബൻസി, അത് ഭയങ്കര പ്രോ ഇൻകംബൻസിയാണ് നമുക്ക് LDFന്റെ MLA-മാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ
അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ കൂടിയാണ് ഇപ്പൊ അവരുടെ ഇത്തവണത്തെ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ. കഴിഞ്ഞ തവണ 62ഓളം MLA-മാരുണ്ടായിരുന്ന CPM അറൌണ്ട് 50+ MLAs-നെ അവരെ റീറ്റെയിൻ ചെയ്തു ആ സീറ്റ്സ്. വിച്ച് മീൻസ് അവർക്ക് അത്രയ്ക്കും ഒരു അവരുടെ മണ്ഡലത്തിൽ ഭയങ്കര സുപരിചിതമാണെന്നാ പറഞ്ഞു. ഇപ്പം MLA-മാർ ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ റോൾ എടുക്കുന്നു എന്ന് പറഞ്ഞു. അവർ ആ നാട്ടിലുള്ള ഏത് കല്യാണത്തിനായിക്കോട്ടെ, മരണത്തിനായിക്കോട്ടെ, പാലുകാശലിനായിക്കോട്ടെ, എല്ലാത്തിനും MLAs അവൈലബിൾ ആണ്. അവരുടെ ഈ കിഫ്ബി വഴി ഒരുപാട് ഫണ്ട് LDF സർക്കാർ കൊടുക്കുന്നു. അതെല്ലാം അവരെ മണ്ഡലത്തിലോട്ട് മാക്സിമം കൊണ്ടുവന്ന് അവരവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്ത് അവിടെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്തവണത്തെ LDFന്റെ ക്യാമ്പയിനെ കൂടി ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും അവർക്കൊരു സ്റ്റേറ്റ് വൈഡ് ക്യാമ്പയിനേക്കാൾ ഉപരി അവർ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ക്യാമ്പയിനിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റേറ്റ് വൈഡ് ഇഷ്യൂസ് അവർ ടേക്കപ്പ് ചെയ്യുന്നില്ല. നെഗറ്റീവ് ക്യാമ്പയിനിങ്ങിലോട്ടോ ഒന്നും വലിയ രീതിയിൽ എംഫസൈസ് ചെയ്യുന്നില്ല ഇപ്പത്തെ ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ ആ ഒരു പ്രോ ഇൻക്യുംബന്റ് MLAs ഉണ്ടായത് കൊണ്ട് തന്നെ മണ്ഡല തലത്തിൽ MLA-മാരുടെ ഒരു ഗുഡ് വില്ലിലാണ് അവർ ലാർജ്ലി അവർ എന്ത് ചെയ്യും അവർ ഫോക്കസ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഒരു ഫാക്ടർ LDFന് സപ്പോർട്ടായിട്ടുള്ളത് CPM-ലുള്ള ഒരു ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ ആണ്. അതുപോലെ അവരുടെ ഒരു ബൂത്ത് ലെവൽ മിഷനറി ഉണ്ട്. അത് അവർക്ക് അവരുടെ പാർട്ടി സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ തീരുമാനിക്കുന്ന ഡിസിഷന് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അവർക്ക് ഗ്രൗണ്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു വെൽ ഓയിൽഡ് മെഷീനറി CPM-ന് അല്ലെങ്കിൽ LDF-ന് ജനറലി ഉണ്ട്. ഇതാണ് എനിക്ക് LDF-ന് അനുകൂലമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോ നമുക്കൊരു LDF-ന് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയാൽ, ഞാൻ പറഞ്ഞു നമുക്കൊരു പ്രോ ഇൻക്യുംബന്റ് MLAs നമുക്ക് കറന്റ്ലി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെന്റ് അഗെയിൻസ്റ്റ് ഒരു ആന്റി ഇൻക്യുംബൻസ് ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ആന്റി ഇൻക്യുംബൻസ് നമുക്ക് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തത് ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലും 2025 ലോക്കൽ ബോഡി ഇലക്ഷനിലും 2024 പാർലമെന്ററി ഇലക്ഷനിലും ഇത് രണ്ടിലും CPM ഭയങ്കര ഒരു പരാജയം അല്ലെങ്കിൽ LDF ഗവൺമെന്റ് വലിയൊരു പരാജയമാണ്. അപ്പോൾ ഇതിന് ജനറലി പറയുമ്പോൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ മോശം പറയാത്തവർ പോലും ജനറലി കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഈ LDF ലീഡേഴ്സിന് അല്ലെങ്കിൽ CPM ലീഡേഴ്സിന്റെ ഒരു അറഗൻസും ഒരു ലെസ് ദാൻ ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡും ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റഡ് ആണെന്നാണ് ജനറലി നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ആ തരത്തില് അവർക്ക് ഒരു അസഹിഷ്ണുത ഭയങ്കരമായിട്ട് പാർട്ടി കേഡറുകൾ വരുന്നുണ്ട്. ഇതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് നമ്മൾ റീസെന്റ് ഒരുപാട് റിബൽസ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നതൊക്കെ നമ്മൾ റീസെന്റ് കണ്ടു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഗവൺമെന്റിനോടുള്ള ഒരു ആന്റി ഇൻക്യുംബൻസി ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ പാർട്ടി കേഡേഴ്സിനോട്ടുള്ള ഒരു പ്രതിപത്തി ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ പാർട്ടി എങ്കിലും മാറണം എന്നുള്ളൊരു സെന്റിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ പോളിസികളോട്ട് ഒരു ഭയങ്കര ഒരു ആന്റി ഇൻക്യുംബൻസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം എക്കണോമിക് ഡിസ്ട്രസ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റ് ഡെപ്റ്റ് കൂടുന്നു, അൺഎംപ്ലോയ്മെന്റ് ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷനുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള പരാതികളൊക്കെ ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞത് മോദിയുടെ ഒരു കൊറോളറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു നറേറ്റീവ് വന്നിട്ടുണ്ട്. അതായത് ഒരു മൂന്നാം ടേം CPM പാർട്ടിക്ക് നല്ലതല്ല എന്നുള്ള നറേറ്റീവ് ഭയങ്കരമായിട്ട് ഒരു ലെഫ്റ്റ് സിമ്പത്തൈസ്ഡ് ലീഡേഴ്സിന്റെ അടുത്തും ഇന്റലക്ച്വൽസിന്റെ അടുത്തും വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പോയിറ്റ് സച്ചിദാനന്ദൻ, സാറ ജോസഫ്, ഇങ്ങനെ ഇപ്പൊ റീസെന്റ് ഞാൻ 2 ദിവസം മുമ്പ് വായിക്കുന്നു നമ്മുടെ ഒരു ബ്യൂറോക്രാറ്റ് B. അശോക് പറയുന്നുണ്ട് ഒരു മൂന്നാം ടേം വരികയാണെങ്കിൽ പാർട്ടി ഭയങ്കര ഫാസിസത്തിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോ ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് ഈ ഒരു അഭിപ്രായം ഭയങ്കരമായിട്ട് പാർട്ടി കേഡേഴ്സിന്റെ ഇടയിലുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഗവൺമെന്റ് സംഘടനയിലുള്ള ഉദ്യോഗസ്ഥ സംഘടനയിലുള്ള ആളുകൾ ഇപ്പോൾ SFIO DYFI ഒക്കെ സമരം ചെയ്യാൻ മറന്നുപോയി എന്നാണ് കളിയാക്കിയിട്ട് ഇപ്പോൾ പലരും പറയുന്നത്. കാരണം അവർക്ക് സമരം ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ തരത്തില് പാർട്ടിയെ അങ്ങനെ ക്ഷയിച്ചു പോകും, അതുകൊണ്ട് LDF വരരുത് എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ട്. ഈ നറേറ്റീവിനെ ഭയങ്കരമായിട്ട് UDF ഇതിനെ ഭയങ്കരമായിട്ട് ഫ്യൂൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർ ഇതിന് നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു നറേറ്റീവ് കോൺഗ്രസും UDF-ഉം ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് CPM-ന്റെ അകത്തുള്ള ഒരു ഇന്റേണൽ റിവോൾട്ട്. അത് നമ്മൾ റീസെന്റ് കണ്ടു. അമ്പലപ്പുഴയിലെ G. സുധാകരൻ അവരുടെ പ്രോമിനന്റ് ലീഡർ ആയിരുന്നു. പിന്നെ റീസെന്റ് കണ്ണൂർ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒക്കെ ആയിരുന്നു തോന്നുന്നു. പിന്നെ അതുപോലെ നമുക്ക് പാലക്കാട് നിന്ന് PK ശശി. ഇതെല്ലാം പാർട്ടി ബാസ്റ്റിയൻസ് ആണ്. ആലപ്പുഴ, പാലക്കാട്, കണ്ണൂരൊക്കെ. അപ്പൊ ഇവിടുന്നൊക്കെ ഒരു ആളുകൾ റിവോൾട്ട് ചെയ്ത് വരുന്നത്. അപ്പൊ ഇവിടെ CPM പാർട്ടിയിൽ മുമ്പും ഇതുപോലെയുള്ള ഒരു റിബല്യൻ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി ആശയപരമായിട്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഗൗരിയമ്മ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ രാഘവൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇവരെ കുറച്ചും കൂടി
ഒരു ആശയപരമായിട്ടല്ല ഇവരൊന്നും വന്നത്. ഇവര് കുറച്ചുകൂടി ആസ്പിറേഷന്റെ പുറത്താണ് വന്നിട്ടുള്ളത്. അല്ലെ ഇവർക്ക് ഉം. സീറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ അകത്തൊരു അടിച്ചമർത്തൽ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ടി കെ ഗോവിന്ദനും ജി സുധാകരനും ഒക്കെ വന്നിട്ടുള്ളത്. ഉം. അപ്പൊ ഇതിനെ എത്രത്തോളം CPM-നെ എത്രത്തോളം നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമ്മള് റീസെന്റ് ഇപ്പോ ഇലക്ഷൻ ക്യാമ്പയിൻ ഒക്കെ നോട്ടീസ് ചെയ്യുമ്പോൾ ഈ UDFന്റെ ഈ സമരങ്ങളിലും ഇങ്ങനത്തെ പ്രചരണങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ പാർട്ടി ബാസ്റ്റേഴ്സിൽ വരുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസ് ഒരു പുതുയുഗ യാത്ര എന്നൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ LDF കോട്ടകൾ എന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ഭയങ്കര പാർട്ടി സപ്പോർട്ടേഴ്സ് ഭയങ്കരമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് ആളുകൾ ഒരുപാട് വന്നിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇലക്ഷനിലോട്ട് കൺവേർട്ട് ആവും അറിയില്ല. പക്ഷേ അതെന്തായാലും സീരിയസ് ആയിട്ട് അവരുടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഉം. വോട്ടിൽ ഒരു അതായത് ആന്റി ക്യുപ്പൻസിയുടെ എല്ലാം ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒന്ന് സാധാരണ നമ്മൾ എപ്പോഴും പറയുന്നത് BJP-യിലോട്ട് പോകുന്നത് എപ്പോഴും കോൺഗ്രസ് എന്നാണെന്നുള്ളൊരു ഒരു നെറേറ്റീവ് ജനറലി ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഉം. നമ്മൾ കണ്ട വേറൊരു കാര്യം, ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ അവരുടെ സിറ്റിംഗ് MLA വരെ BJP-യിൽ ഇത്തവണ ടിക്കറ്റ് മത്സരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് തൃശ്ശൂരിലെ നാട്ടിക എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഉം. CPI-യുടെ അവിടുത്തെ സിറ്റിംഗ് MLA ആണ് ഇപ്പൊ BJP-യുടെ അവിടുത്തെ കാൻഡിഡേറ്റ്. അതുപോലെ തന്നെ ഉം. CPI-യുടെ മുൻ MLA ആണ് ഇപ്പൊ വൈക്കത്ത് അവരുടെ കാൻഡിഡേറ്റ്. അതുപോലെ ഉം. ഇടുക്കിയിൽ നിന്നൊരു CPM MLA ഇപ്പൊ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നു. ഇങ്ങനെ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കാണാത്ത BJP-യിലോട്ട് ഇടതുപക്ഷത്തു നിന്ന് ഒരു ഒഴുക്ക് കൂടി കാണുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇലക്ഷന്റെ റിസൾട്ടിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് എന്ന രീതിയിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു പോസ്റ്റ് പോൾ അനാലിസിസിലൊക്കെ അറിയാൻ പറ്റേണ്ടതാണ്. ഉം. ഉം. Yeah. ഇതാണ് ഒരു LDFന്റെ ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഓക്കെ. അതുപോലെ ഇപ്പം ഇനിയും 2 മുന്നണികളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്ന് UDF-ഉം NDA ആണല്ലോ. അപ്പൊ അവരുടെയും എന്താണ് രാഘവന് തോന്നുന്നത്? ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്താണ്? കേരളത്തിൽ നോക്കുമ്പോൾ ഒരു 2025 ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അങ്ങനെ വലിയ പ്രതീക്ഷ ഒന്നും കാണിക്കാത്ത പോലെ നമുക്ക് മനസ്സിലായി. ഉം. പക്ഷേ 2025-ലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന്റെ ഒരു ഭയങ്കര വലിയൊരു വിജയമാണ് വന്നത്. ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 6 മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഉണ്ട്. അതിൽ 4ലും UDF ജയിച്ചു. ഉം. ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഭയങ്കര ക്ലോസ് ഫൈറ്റ് ആയിരുന്നു. ഉം. CPM UDF LDF അത് കോഴിക്കോടായിരുന്നു. ഉം. ഉം. അപ്പൊ ഇങ്ങനെ 6ൽ 4നും UDF ജയിച്ചു. അതുപോലെ ഉം. തന്നെ കേരളത്തിലെ 86 മുനിസിപ്പാലിറ്റികളിൽ 54 UDF വന്നു. അതുപോലെ ഉം. 941 പഞ്ചായത്ത് ഉണ്ട്, ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. അതിൽ 504 പഞ്ചായത്തിന് കോൺഗ്രസ് അധികാരത്തിൽ. പിന്നെ മൊത്തം 14 ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളിൽ 7ഇടത്തും കോൺഗ്രസ് UDF വന്നിട്ടുണ്ടായിരുന്നു. ഒരിടത്ത് കോഴിക്കോട് വളരെ ക്ലോസ് മെജോറിറ്റിയിൽ കോഴിക്കോട് കോൺഗ്രസിന് വന്നു. ചിലയിടത്ത് ക്ലോസ് ഫൈറ്റിലാണ് കോൺഗ്രസ് നഷ്ടപ്പെട്ടത്. ഉം. അപ്പൊ ഈ ഒരു ഇത് വന്നപ്പോ ഇങ്ങനെ ഒരു വലിയൊരു വിജയം കോൺഗ്രസിന് അങ്ങനെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഉണ്ടാവാറില്ല. കാരണം പഞ്ചായത്ത് ഇലക്ഷനിൽ ജനറലി, അതായത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജനറലി ഒരു LDFന് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ജനറലി കേരളത്തിൽ വരാറുണ്ട്. ഉം. ഇതിന്റെ മുമ്പ് UDFന് അനുകൂലമായിട്ട് വന്നത് 2010-ല് പഞ്ചായത്ത് ഇലക്ഷൻ ആയിരുന്നു. ഇതിന്റെ മുമ്പ് വന്നിട്ടുണ്ട്. അന്ന് 2010-ല് പഞ്ചായത്ത് ഇലക്ഷൻ UDFന് അനുകൂലമായിട്ട് വന്നപ്പോൾ 2011-ല് ഉം. ആ തവണ UDF സർക്കാരാണ് വന്നത്. അപ്പൊ ഉം. ഹിസ്റ്റോറിക്കലി നമ്മൾ ഡേറ്റാസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് രാജ് ഇലക്ഷൻ വന്നതിന് ശേഷം ആ, ഏത് ഫ്രണ്ട് ആണോ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ആ ഒരു പാർട്ടി അല്ലെങ്കിൽ ആ ഒരു മുന്നണി എപ്പോഴും അതിന് ഫോളോയിങ് ആയിട്ടുള്ള അസംബ്ലി ഇലക്ഷൻ ജയിക്കാറുണ്ട്. ഉം. ഇതൊരു കോൺഗ്രസിന് ഭയങ്കരമായിട്ടൊരു ആം, ഒരു മൈലേജ് അല്ലെങ്കിൽ ഒരു ബൂസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസിന് മനസ്സിലായത് ഗ്രൗണ്ട് ലെവൽ ഇത്രത്തോളം ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഇത് ഉം. കോൺഗ്രസിന് ഭയങ്കരമായിട്ടൊരു ഫാക്ടറാണ്. അപ്പം CPM കുറച്ചുകൂടി അവർക്ക് ഭരണം കിട്ടില്ല എന്നുള്ള രീതിയിലോട്ട് മാറിയതും ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം തോന്നുന്നത് ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ. അത് ഉം. കേരളത്തിലെ ഇപ്പോൾ വോട്ടൻ മൈനോറിറ്റി മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ആണ്. ഇതിൽ മുസ്ലിംസ് എൻ ബ്ലോക്ക് ആയിട്ട് തന്നെ UDF കൂടെ നിൽക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കഴിഞ്ഞ UDF ഇലക്ഷനും 2024-ലെ ലോക്സഭ ഇലക്ഷനിൽ കണ്ടത്. അപ്പോ ഇത് നമുക്കറിയാം, കേരളത്തില് മുസ്ലിംസ് എന്ന് പറയുന്ന 25% പോപ്പുലേഷൻ ഉണ്ട്. ഉം. സിഫോളജിസ്റ്റുകളുടെ പറയുന്നത് കേരളത്തിൽ ഒരു 40 കോൺസ്റ്റിറ്റ്യുവൻസിയിലോളം മുസ്ലിംസിന്റെ വോട്ട് ഒരു പാർട്ടി ജയിക്കുന്നോ തോൽക്കുന്നോ ഡിസൈഡിംഗ് ഫാക്ടർ ആവുന്നവരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഉം. ഇതിപ്പോ കേരളത്തിൽ പാലക്കാട് തൊട്ട് കാസർഗോഡ് ഒരു ഏകദേശം 60ഓളം മണ്ഡലങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഒരു വലിയൊരു ഡിസൈഡിംഗ് ഫാക്ടറാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇത് മുസ്ലിം സ്റ്റേറ്റ് ബ്ലോക്ക് ആയിട്ട്
കോൺഗ്രസിന്റെയും UDF-ന്റെയും കൂടെ നിൽക്കുന്നത് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഫാക്ടറാണ്. അപ്പൊ അതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. റീസെന്റ് LDF-ന്റെ സൈഡിൽ നിന്ന് വന്ന കുറച്ച് പ്രശ്നങ്ങളും അവിടെ ചില സാമുദായിക നേതാക്കന്മാരുടെ അടുത്തുള്ള വർഗീയ പരാമർശങ്ങൾ LDF കാര്യമായിട്ടൊന്നും ഗൗനിച്ചില്ല എന്നുള്ളത്. പിന്നെ കേരളത്തിൽ ആഭ്യന്തര മിനിസ്ട്രി, ഹോം മിനിസ്ട്രി വലിയ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വലിയ എതിർപ്പിടുന്ന ഒരു കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു മുസ്ലിം എൻ ബ്ലോക്ക് ആയിട്ട് UDF കൂടെ നിൽക്കുന്നത് എന്നുള്ളൊരു ട്രെൻഡ്. ആ ഒരു അത് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ ഭയങ്കര എവിഡന്റ് ആയിരുന്നു. അതിന് മാറ്റം തരത്തക്ക രീതിയിൽ എന്തെങ്കിലും ആ, ഒരു ആക്ഷൻ ഇതുവരെ LDFന്റെ സൈഡിൽ ഉണ്ടായിട്ടില്ല. രണ്ടാമത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, നമ്മുടെ മലയോര മേഖലയെ നമ്മുടെ ക്രിസ്ത്യൻസ് നല്ലൊരു പോപ്പുലേഷൻ നിൽക്കുന്ന ഈ മലയോര മേഖലയിലും അവർ ഒരുപാട് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നമായിട്ട് സർക്കാരിന്റെ അടുത്ത് വലിയ രീതിയിൽ എഫേർട്ട് ഉണ്ടായില്ല. ആ, അതുപോലെ തന്നെ വേറെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ചിലപ്പോൾ വാർത്തയിൽ കണ്ടു കാണും. JB കോശി കമ്മീഷന്റെ ഒരു റിപ്പോർട്ടിനെ പറ്റിയിട്ടൊക്കെ വാർത്തകളൊക്കെ റീസെന്റ് വന്നു. അതൊക്കെ LDF ഒക്കെ വളരെ അവസാനമാണ് അത് പരിഹരിച്ചത്. അപ്പോൾ LDF ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കുറച്ചുകൂടി എൻ ബ്ലോക്ക് ആയിട്ട് UDFന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഭയങ്കരമായിട്ട് UDFന് അഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു ഫാക്ടർ തോന്നിയത് എന്താന്ന് വെച്ചാല് ഇപ്പൊ പലപ്പോഴും ഈ ഇലക്ഷൻ സമയത്ത് UDF ഒരു നറേറ്റീവ് സെറ്റ് ചെയ്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പലതും സക്സസ്ഫുൾ ആവാതെ പോകുന്നത്. പക്ഷെ പലപ്പോഴും UDF ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് LDF അതിനെ പുറകെ അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യുന്നത് പോലൊരു സാധനമുണ്ട്. അപ്പൊ ഒരു ഇലക്ഷനിൽ ആരാണ് നറേറ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ അതിന്റെ അകത്ത് കാര്യം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ അസംബ്ലി ഇലക്ഷൻ ആണ്, അല്ല കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് നമ്മളൊരു കൊള്ളയുടെ ഒരു പ്രശ്നമായിരുന്നു. ആ സമയത്ത് UDF നറേറ്റീവ് സെറ്റ് ചെയ്ത് അപ്പൊ നമ്മൾ ഒരു പാട്ടൊക്കെ ഭയങ്കരമായിട്ട് പാരഡി സോങ് ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. നമ്മുടെ നാട്ടിൽ എല്ലാവരും പാടി നടത്തുന്ന ഒരു സോങ് ആയിരുന്നു. അപ്പൊ ഇപ്പത്തെ ഇലക്ഷനിൽ ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു CJP ഡീൽ, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ നറേറ്റീവ് സെറ്റ് ചെയ്തു. അപ്പൊ അത് LDF ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കോൺഗ്രസ് പറഞ്ഞതിലാണെങ്കിൽ UDF പറഞ്ഞതിലാണോ സത്യം, അല്ലെങ്കിൽ സത്യം ഉണ്ടോ, അല്ലെങ്കിൽ LDF ഡിഫെൻഡ് ചെയ്യുന്നതിൽ എന്താണ് അത് ഭയങ്കര ഇപ്പോൾ ഓൺഗോയിങ് ഡിബേറ്റ് ആണ്. പക്ഷെ അങ്ങനെ ഒരു നറേറ്റീവ്, അതായത് ഒരു CPM-ഉം BJP-യും കൂടി തമ്മിൽ ഡീൽ ഉണ്ടെന്നുള്ള ഒരു പബ്ലിക് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാനും അതെന്തൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു പെർസെപ്ഷൻ നമ്മുടെ മൊത്തത്തിൽ കേരള സൈക്കിൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം എന്താണ് അത് ആർക്ക് അഡ്വാൻറ്റേജ് ആയിട്ടാണ് വരുന്നത്. അത് UDFന് സപ്പോർട്ടായിട്ട് വരുമോ അല്ലെങ്കിൽ അത് അവർക്ക് ബാക്ക് ഫയർ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ. ഈ ഒരു മൂന്നാണ് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു UDFന് അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ നമ്മൾ UDFന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഒന്ന് ഒരു കോൺഗ്രസിന്റെ ഇടയിലുള്ള ഒരു ഫാക്ഷനലിസം അവിടെ ലീഡർഷിപ്പ് ഇഷ്യൂ നമ്മൾ റീസെന്റ് കണ്ടു. കോൺഗ്രസ് എല്ലായ്പ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ്. അതായത് അവർക്ക് പ്രോപ്പറായിട്ട് കാൻഡിഡേറ്റ്സിന് തീരുമാനിക്കാൻ പറ്റാത്തത്. കാരണം അവർക്ക് ഒരുപാട് ഡിസൈഡിങ് ഫാക്ടേഴ്സിന് കാസ്റ്റ് നോക്കണം, സമുദായം നോക്കണം, ഗ്രൂപ്പ് നോക്കണം. അപ്പൊ ഇത് ഇവരുടെ സീറ്റിംഗ് ഷെയറിംഗിന്റെ സമയത്ത് ഇപ്പോഴും ഒരു ഭയങ്കര കീറാമുട്ടിയാണ്. നമുക്ക് ഒരുപാട് എപ്പിസോഡ്സ് ഒക്കെ നമ്മൾ കണ്ടു അതിൻ്റെ അകത്ത്. VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ, ആരുടെ നോമിനെയാണ് കൂടുതൽ ലിസ്റ്റ് ചെയ്തത്. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോൾ ആളുകൾക്ക് ഇവരിങ്ങനെ ഇന്റേണൽ ഫൈറ്റിംഗിലാൽ എങ്ങനെ കേരളം ഭരിക്കും എന്നുള്ളൊരു ഒരു ഭയങ്കരമായിട്ടൊരു സസ്പീഷ്യസോടെ ആളുകൾ നോക്കാൻ തുടങ്ങി. അപ്പൊ അതൊരു കോൺഗ്രസിൽ വലിയൊരു പ്രശ്നമാണ്. പക്ഷെ നമ്മളും അത് പുറകോട്ട് നോക്കുമ്പോൾ അത് കോൺഗ്രസിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ അതിനെ ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പുതിയ കാലത്ത് യൂത്ത് ഒക്കെ ഈ ഇലക്ഷന് ഒരുപാട് യൂത്ത് ഈ തവണ ഇലക്ഷനിലോട്ട് വരുമ്പോൾ അതിനൊക്കെ യൂത്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളത് കോൺഗ്രസിന് വിജയപരാജയത്തെ ഭയങ്കരമായിട്ട് ഡിസൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, നമുക്കറിയാം ഒരു ആന്റി ഇൻകംബൻസ് കേരളത്തിലുണ്ട്. പക്ഷെ ഒരു ആന്റി ഇൻകംബൻസ് ഉണ്ടെങ്കിൽ മാത്രം ഒരിക്കലും ഒരു ഒപ്പോസിഷന് ഇലക്ഷനിലോട്ട് കയറി വരാൻ പറ്റില്ല. അവർക്ക് കോൺക്രീറ്റ് ആയിട്ട് ഒരു ആൾട്ടർനേറ്റീവ് പ്ലാൻ വേണം എന്താണെന്നുള്ളത്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിയോ കേരള എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഐഡിയ ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ നമ്മുടെ മുമ്പിൽ ഒരു ഐഡിയ ഇല്ല. അപ്പൊ അവർ പറയുന്നുണ്ട് കേരളത്തിന്റെ ആരോഗ്യം വെന്റിലേറ്ററിലാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ എന്താണ് പൂച്ച വിറ്റ് കിടക്കുകയാണ് ഗജനാവിലും. അങ്ങനെ കേരളത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് നിങ്ങൾക്കുള്ള ആൾട്ടർനേറ്റീവ് എന്ന് കോൺഗ്രസ് ഇതുവരെ പറയാൻ പറ്റില്ല. കോൺഗ്രസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് റെട്ടോറിക്കലി പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്ലാൻ. പക്ഷെ ഇത്രയും ദിവസമായിട്ട് അവർ പറഞ്ഞില്ല. അങ്ങനെ ഒരു പ്ലാൻ അവർക്ക് ഇല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് ഈ ആന്റി ഇൻകംബൻസി വോട്ട് അവർക്ക് എൻകാഷ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം,
ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം NDA BJP ഒരു ഒരു വലിയൊരു ഡോമിനേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് വരുന്നത്, ഡോമിനേറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ പോലും ഒരു തേർഡ് ഫ്രണ്ട് ആയിട്ട് വരുന്നത്, എസ്പെഷ്യലി ഇൻ ദ അർബൻ കോൺസ്റ്റിറ്റ്യൂൻസീസ്. ഉം. അല്ലെ, റൂറൽ ഏരിയയിലോട്ട് BJP കടന്നു വരാൻ പറ്റില്ല. അപ്പോൾ ഈ ആന്റി ഇൻകംബൻസി വോട്ട് എത്രത്തോളം സ്പ്ലിറ്റ് ആവും. ഇപ്പൊ ആളുകൾ ഇപ്പൊ UDF വേണ്ടി ഉം. മാത്രം പോകാൻ ആന്റി ഇൻകംബൻസി വോട്ട് NDA കൂടി പോവുകയാണെങ്കിൽ അതുണ്ടല്ലോ, അത് രണ്ടും കൂടി സ്പ്ലിറ്റ് ആയി പോയിട്ട് CPM അല്ലെങ്കിൽ LDF അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഉം. ഈ ആന്റി ഇൻകംബൻസി വോട്ട് സ്പ്ലിറ്റ് ആവാതെ എത്രത്തോളം കോൺഗ്രസിലോട്ട് തന്നെ വരുന്നത് അല്ലെങ്കിൽ UDFിലോട്ട് വരുന്നുണ്ട്, അതനുസരിച്ചിരിക്കും UDFന്റെ വിജയം കൂടി എന്ന് ആ, ഉം. ആ, നമുക്ക് ആ, ചിന്തിക്കേണ്ടി വരും. ഇതാണ് ഉം. ഇപ്പം UDFയും 4 ആയിട്ടും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് NDA BJP നയിക്കുന്ന NDA സഖ്യത്തിന്റെ ഫേവർ ആയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്ന്, ആ, നമ്മൾ ഫേവർ ആയിട്ട് നോക്കുമ്പോൾ ഒബ്വിയസ്ലി മോഡി ഫാക്ടർ. നമുക്കറിയാം ഇന്ന് ഇന്ന് നമ്മൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളും നമ്മൾ BJP സ്ഥാനാർത്ഥി നോക്കുകയാണെങ്കിൽ BJP സ്ഥാനാർത്ഥിയെക്കാട്ടി വലിയ ഫോട്ടോ മോഡിയുടേതായിരിക്കും. മോഡിയെ ഉം. വെച്ചിട്ടാണ് ഇന്ന് ഇന്ത്യയിലെ മൊത്തം BJP വോട്ട് പിടിക്കുന്നത്. അപ്പോൾ ഉം. മോഡി എന്ന ഫാക്ടർ, മോഡിക്ക് ഒരു വികസന നായകൻ എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. അപ്പൊ ആ മോഡി എത്രത്തോളം എൻകാഷ് ചെയ്യാന്നുള്ള ഒരു കാര്യം വെച്ചിട്ടായിരുന്നു അവർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് കേരളത്തിൽ ഒരു അർബൻ കോൺസ്റ്റിറ്റ്യൂൻസിൽ മോഡിക്ക് നല്ലൊരു ഫോളോയിങ് ഉണ്ട്. നമ്മളത് കാരണം നമുക്ക് ലോക്സഭ ഇലക്ഷനിൽ BJPയുടെ വോട്ട് ഷെയർ കൂടുന്നു, നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ മോഡി എന്നൊരു ഫാക്ടർ BJPക്ക് ഭയങ്കര അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ, രണ്ടാമതൊരു കാര്യം, ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലും BJPക്ക് ആദ്യമായിട്ട് ഇവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ട്രിവാൻഡ്രം കോർപ്പറേഷൻ അവർക്ക് എന്ത് ചെയ്തു, ഉം. അവർക്ക് ഭരണം കിട്ടി. അപ്പോൾ അത് ഒരു BJPക്ക് അപ്രാപ്യമല്ല കേരളത്തിലെ അർബൻ ഏരിയാസ് എന്നുള്ളൊരു ഒരു സൈസ്, അത് പാർട്ടിക്കാർക്ക് തന്നെ വലിയൊരു ബൂസ്റ്റ് ആണ് കൊടുത്തത്. അപ്പൊ ഇത് നമുക്ക് അതിന്റെ ഒരു പുഷിനാണ് ഇപ്പൊ BJP പറഞ്ഞ അവരൊരു 10ഓളം സീറ്റുകൾ കേരളത്തിൽ അവർ ഇത്തവണ ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിട്ട് അവർ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ BJPയുടെ വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2011 നിയമസഭാ ഇലക്ഷനിൽ NDAക്ക് ആകെ 6% വോട്ട് ഉണ്ടായിരുന്നു. അത് 2016 ആയപ്പോൾ ഏകദേശം 15% കൂടി. അപ്പൊ ആ ഉം. ഒരു ഷിഫ്റ്റ്, ആ ഒരു വലിയൊരു ജമ്പ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉം. അതിപ്പോ നമ്മൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് ഒരു പെർസെന്റേജ് കുറഞ്ഞു. എന്നിരുന്നാലും ഇപ്പൊ ഒരു 14-15% വോട്ട് ഷെയർ കേരളത്തിൽ അവർക്ക് ഉണ്ടെന്നുള്ളൊരു ഒരു ആ, ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. പിന്നെ ഉം. അതുപോലെ തന്നെ BJP കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 36 കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ അവർ ഫോക്കസ് ചെയ്ത് നോക്കി. അപ്പം 150 മണ്ഡലത്തിലും ഈക്വലി എംഫസൈസ് ചെയ്യാതെ വളരെ സെലക്റ്റീവ് മണ്ഡലങ്ങൾ എടുത്തിട്ട് അവിടെ ഫോക്കസ് ചെയ്ത് നോക്കിയാണ്. അപ്പൊ അവർ അതിൽ എന്തെങ്കിലും ഒരു കൺവേർഷൻ ഉണ്ടാവുന്നതാണ് BJPയുടെ ഒരു ആ, ഒരു ഒപ്റ്റിമിസം. ഈ ഉം. BJPക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കേരളത്തിന്റെ ഒരു പൊതുമണ്ഡലത്തിൽ കേരളത്തിന് ഒരു BJP ഇപ്പൊ നമ്മളൊരു സംഘി എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും എന്തോ ഒരു ഡെറഗോട്ടറി ആയിട്ട് ഒരു വേർഡ് ആയിട്ടാണ് എല്ലാവരും ഉം. വിചാരിക്കുന്നത്. അപ്പൊ BJP ഒരു BJP സൈക്ക് നമ്മുടെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലുണ്ട്. ഇപ്പൊ ഉം. ഞാൻ നോക്കുന്നത് പണ്ട് എപ്പോഴും BJPയുടെ ഒരു നേതാവ് ശ്രീധരൻപിള്ള പുള്ളി പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് എന്തോ ഒരു അൺടച്ചബിലിറ്റി നിങ്ങൾ BJPയോട് കൽപ്പിക്കുന്നത്, അത് ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ. അത് BJPക്കാർക്ക് തന്നെ അറിയാൻ ഒരു അൺടച്ചബിലിറ്റി പോലെ ഒരു കാര്യം ഉണ്ടെന്ന്. ഉം. അപ്പോ സി അത് BJP കേരളത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ട വേറൊരു വസ്തുത എന്താന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഉം. സെക്കൻഡ് ടു UP. ഉം. അപ്പൊ അത്രക്കും RSSന് അത്ര വേരോട്ടം ഉള്ള ഒരു സംസ്ഥാനത്തിൽ എന്തുകൊണ്ട് BJPക്ക് അധികാരത്തിലോട്ട് വരാൻ പറ്റുന്നില്ല? അതാ കേരളത്തിന്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡെമോഗ്രഫിക്കലി ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറും പിന്നെ ഒരു കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സെക്യുലർ സ്റ്റാൻഡും, നമ്മൾ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സോഷ്യലിസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ കേരളത്തിന്റെ സോഷ്യൽ റിനൈസൻസിന്റെ ഘടകങ്ങളൊക്കെ ഇതിലോട്ട് വരുന്നുണ്ട് അതിന്റെ അകത്ത്. ഉം. അത് കാരണം കേരളത്തിലെ സോഷ്യൽ റിനൈസൻസ് ഒക്കെ ഒരു ബോട്ടം അപ്പ് ആണ്, അൺലൈക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ ടോപ്പ് ഡൗൺ അല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കേരളം ഉം. ഒരു ഭയങ്കര സെക്യുലർ ആണ്. ആ ഒരു സെക്യുലർ സൈക്ക് കേരളത്തിൽ BJPയുടെ ഇൻക്ലൂഡിന് ഭയങ്കരമായിട്ട് വിഘാതം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ഉം. പറയുന്നത്. രണ്ടാമതൊരു കാര്യം, ഒരു ഒരു വലിയ ഡെമോഗ്രാഫിക് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ 45% പോപ്പുലേഷൻ എന്ന് പറയുന്നത് മുസ്ലിംസും ക്രിസ്ത്യൻസുമാണ്. ഉം. ഇവരിലോട്ട് ഒരു എൻറോൾ ഇല്ലാതെ BJPക്ക് കേരളത്തില് പൊളിറ്റിക്കലി അവർക്ക് വിൻ ചെയ്യാൻ പറ്റില്ല. ഉം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ BJP നമുക്കറിയാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലോട്ട് ഭയങ്കരമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഉം. അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ അവർ ക്രിസ്ത്യൻസിനോട് നല്ലൊരു സ്റ്റാൻഡ് എടുക്കുന്നതിൽ പോലും കേരളത്തിന് പുറത്തുള്ള ഇപ്പോൾ എസ്പെഷ്യലി ഈസ്റ്റ് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ക്രിസ്ത്യൻ മിഷണറീസിന് അഗെയിൻസ്റ്റുള്ള അറ്റാക്സ് ഒക്കെ കേരളത്തിൽ അവർ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ഉം. സമയത്ത് 2024 ഇലക്ഷൻ സമയത്തൊക്കെ ഒരു BJPക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ചില സെക്ഷൻസ് വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ ആയപ്പോൾ സംഭവിച്ചത് എന്താണ്, അവിടുത്തെ ഈ ഈ വന്നൊരു ഷിഫ്റ്റ്, ആ അറ്റാക്ക് ഒക്കെ വന്നപ്പോൾ തിരിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ അവിടുത്തെ ഐ മീൻ റൂളിംഗ് സെക്ഷൻസിന് അത്
ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വന്നു. അപ്പോൾ ഉം. ആ ഒരു ഡെമോഗ്രഫിക് ഡിസഡ്വാൻറ്റേജ് കൂടിയുണ്ട്. പലപ്പോഴായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലോട്ട് ഔട്ട്റീച്ച് നോക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവർക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ബിജെപിക്ക് ഉണ്ട്. എന്നിരുന്നാലും ബിജെപി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അർബൻ ഏരിയയിലോട്ട് കുറച്ചുകൂടി ഒരു ഔട്ട്റീച്ച് നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പം ജാവേദ് ഇപ്പോൾ ഓരോ പാർട്ടികളുടെയും എന്താണ് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് ഇത് സംസാരിച്ചപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റീസെൻ്റ്ലി ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. അതിനകത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഐഡിയോളജീസിനെ പറ്റി സംസാരിക്കുന്ന ഒരു ബുക്കായിരുന്നു. അപ്പം നമ്മളിപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കി അവിടെ പ്രോപ്പർലി ഒരു ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, റൈറ്റ്? ഇപ്പം നമ്മുടെ ഇവിടെ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിലും, അല്ലെങ്കിൽ പൊതുവെ റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പാർട്ടി മനസ്സിൽ വരും. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ പാർട്ടി മനസ്സിൽ വരും. സെൻട്രലിന് ഡിഫറൻ്റ് ആണ്, സ്റ്റേറ്റുകൾ ഡിഫറൻ്റ് ആണ്. കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ LDF ആണ്, വലതുപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. പക്ഷേ ഐഡിയോളജിക്കലി ഈ പാർട്ടികൾ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇപ്പം നമ്മൾ US-ലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ലെഫ്റ്റ് എന്ത് റൈറ്റ് എന്താന്നൊക്കെ ഒരു ക്ലാസിക്കൽ ടേംസിൽ, വെസ്റ്റേൺ ടേംസിൽ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ കേരളത്തിൽ ഈ പാർട്ടികൾ തമ്മിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഐഡിയോളജിക്കലി ഒരു ഡിഫറൻസ് ഉണ്ടോ? അതോ എല്ലാവരും സിമിലർ ആണോ? എന്താണ് ഐഡിയോളജിക്കലി, എന്താണ് ആൾക്കാർ ഐഡിയോളജി നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്? എന്താണ് അതിനകത്തുള്ളൊരു അഭിപ്രായം? എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോനിൽ പറഞ്ഞതുപോലെ അത്ര വലിയൊരു ഡിഫറൻസ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഡൗട്ട്. നമ്മൾ പൊതുവേ ലെഫ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സ്റ്റേറ്റിസം ആയിരിക്കും. സ്റ്റേറ്റ്, അതായത് ഗവൺമെന്റുകളും സർക്കാരുകളും മാക്സിമം കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് സ്റ്റേറ്റ് പവറൊക്കെ വെക്കുക, അങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ പാർട്ടിയും ആ ഒരു സ്റ്റേറ്റിസം, അല്ലെങ്കിൽ സർക്കാരാണ് പ്രധാനം, ആൾക്കാരുടെ റൈറ്റ്സിനേക്കാളൊക്കെ പ്രധാന സർക്കാരിന്റെ എക്സിസ്റ്റൻസ് ആണെന്നൊക്കെ വിശ്വസിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അതിൽ വലിയൊരു വ്യത്യാസം ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഇതിലൊക്കെ മാറി, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് എപ്പോഴും NDA അല്ലെങ്കിൽ BJP ആണ്. അവരെപ്പോഴും സോഷ്യലി ഭയങ്കര കൺസർവേറ്റീവ് ആണ്. ഉം. ഇപ്പൊ കോൺഗ്രസിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇടതുമുന്നണി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു കേസിലും കൂടി ഈ ഒരു ഇലക്ഷൻ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം കേരളത്തിലൊരു ഏജിങ് പോപ്പുലേഷൻ ആണെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. കേരളത്തിന്റെ മീഡിയൻ ഏജ് ഒക്കെ 39-40 അടുത്തേക്കൊക്കെ ആയി. അപ്പോ ഉം. കേരള സൊസൈറ്റി ഒരു കൺസർവേറ്റീവ് സ്വഭാവം എടുക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് പലപ്പോഴും സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉം. ആ ഒരു കേസിൽ BJP-നെ ഫേവർ ചെയ്യുന്ന ചിലപ്പോൾ ഒരു ഫാക്ടർ അതായിരിക്കാം. കാരണം കുറച്ചും കൂടി സൊസൈറ്റി കൺസർവേറ്റീവ് ആവുന്നതും അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയോളജി ഡിഫറൻസ് BJP-യും ഇടതുമുന്നണിയും കോൺഗ്രസും തമ്മിലൊക്കെ ഉണ്ട്. കാരണം BJP എപ്പോഴും ഒരു സോഷ്യൽ കൺസർവേറ്റീവ് ഇതായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ആ ഒരു സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ജാവേദ് പറഞ്ഞു ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വരുന്ന ഒരു കേസൊക്കെ റീസെന്റ് പറഞ്ഞു. ഉം. ട്രിവാൻഡ്രത്ത് തന്നെ കുറെ അധികം ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന സീറ്റ്സ് ഉണ്ട്. വട്ടിയൂർക്കാവ്, ഉം. നേമം, അങ്ങനെയൊക്കെ ഉം. പറഞ്ഞ. അപ്പോൾ ഉം. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ BJP അധികാരത്തിൽ വരുന്നതും ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓൾറൈറ്റ്. അപ്പം നമ്മൾ ഇത്രയും നേരം പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പൊളിറ്റിക്കലി എന്താണ് ചാൻസസ്, എന്താണ്, ഏത് പാർട്ടിയാണ്, എങ്ങനെയാണ്, എവിടെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതല്ലാതെ പോളിസി ലെവലിൽ കഴിഞ്ഞൊരു 5 വർഷം അല്ലെങ്കിൽ ഈവൻ 10 വർഷം നമ്മുടെ റൂളിംഗ് പാർട്ടി എടുത്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് പോളിസീസാണ് സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത്? റൈറ്റ്. ഇപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഗവൺമെൻറ് മാറുകയാണ്, പുതിയൊരു ഗവൺമെൻറ് വരികയാണ്, റൈറ്റ്? ഏത് പാർട്ടിയാണെങ്കിലും പുതിയൊരു ഗവൺമെൻറ് വരാൻ പോവുകയാണ്. അപ്പം കഴിഞ്ഞ 5 വർഷത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ സ്റ്റാൻഡ് ഔട്ടായ, ഇഷ്ടപ്പെട്ടതാവണമെന്നില്ല, സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി എഫക്റ്റീവ് ആയിട്ടുള്ള, പോളിസി ലെവലിൽ എഫക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് പോളിസീസാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എനിക്ക് ആദ്യം തോന്നിയത് നമ്മുടെ ഉം. ഞാൻ അംബീഷ് സംസാരത്തിൽ പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ LDF കൊടുത്തൊരു എംഫസൈസ് ആണ്. ജനറലി നമുക്ക് LDF സൈഡിൽ നിന്ന് കാണുന്ന ഒരു കാര്യമല്ല അത്. അപ്പം അവരെ കുറച്ചുകൂടി ഇപ്പൊ കിഫ്ബി എന്നൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വെച്ചിട്ട് അവരുടെ ഗവൺമെന്റ് റെക്കോർഡ്സ് പ്രകാരം അറൌണ്ട് 1.1 lakh crore rupees അതിൽ സ്പെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അകത്ത് കേരളത്തില് കണക്ടിവിറ്റിക്ക് ഭയങ്കര എംഫസൈസ് കൊടുക്കുന്നുണ്ട്. ഉം. അതിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ വരുന്നുണ്ട്. ഈ നാഷണൽ ഹൈവേയുടെ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ആണ് ഫണ്ട് കൊടുത്തിട്ടുള്ളത്. ഉം. ജനറലി അങ്ങനെയല്ല വരുന്നത്. അപ്പൊ ഗവൺമെന്റ് ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് ബെയർ ചെയ്തത് അവരല്ല. രണ്ടാമത് നമുക്ക് നമ്മുടെ മലയോര ഹൈവേ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇൻലാൻഡ് നാവിഗേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് വലിയൊരു പ്രൊജക്ട് ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഹെൽത്ത് കെയർ അടിസ്ഥാന സൗകര്യം, ഇങ്ങനെ ഒരു വളരെ വിപുലമായിട്ട് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ഒരു സ്പെൻഡിങ് കഴിഞ്ഞ LDF സർക്കാർ ഭയങ്കര ചെയ്തു. നമ്മളതൊരു ഈ ഒരു
കേരള മോഡൽ എന്ന് പറയുന്നതിന്റെ അകത്ത് അതിൽ നിന്നൊരു ചെറിയൊരു വ്യതിയാനമാണോ അറിയില്ല. അപ്പൊ അത് കൂടുതൽ ഡിസ്കഷൻ ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ യാ. അങ്ങനെ അത് ഇപ്പൊ ഇപ്പൊ ഇടതുപക്ഷക്കാർ തന്നെ പറയുന്നതാണ് അത് അവരുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു നയങ്ങൾ പോളിസീസിന് എഗെയിൻസ്റ്റ് ഒരു വ്യതിയാനമാണെന്ന് പറയാറുണ്ട്. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരു എംഫസൈസ് കൊടുത്തത് ഒരു 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 സ്റ്റാൻഡ് ഔട്ട് ആയി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ആ, രണ്ടാമതൊരു കാര്യം എനിക്ക് എംഫസൈസ് ചെയ്യാനുള്ളത് ഇപ്പൊ വൈജ്ഞാനിക സാമ്പത്തിക വ്യവസ്ഥ നോളജ് എക്കോണമി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ 2021 വലിയൊരു പദ്ധതി കിട്ടുന്നുണ്ട്. അതിന് കെ ഡിസ്ക് എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്. അവരുടെ കീഴിൽ കേരള നോളജ് എക്കോണമി മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മിഷൻ കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ കീഴിൽ അവർ പറഞ്ഞത് നമുക്കറിയാം കേരളം ഒരു ഭയങ്കര നോളജ് സൊസൈറ്റിയാണ്. അതായത് നമ്മുടെ ഇവിടെ നല്ല ഹൈ എഡ്യൂക്കേഷൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് എല്ലാം ഉള്ള ഒരു പോപ്പുലേഷനാണ് നമുക്കുള്ളത്. ഈ ഉം. പോപ്പുലേഷനെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? നമ്മളൊരു ട്രഡീഷണലി ഒരു ഇൻഡസ്ട്രീസ് പോസിബിൾ ആയിട്ടുള്ള ഒരു എക്കോണമി അല്ല നമുക്ക് ലാൻഡിന്റെ ഉം. സ്കിൽസിറ്റി ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ നമുക്കൊരു നോളജ് സൊസൈറ്റിയെ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യും? അതിന് ഉം. വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ നോളജ് എക്കോണമി. അപ്പോൾ നോളജ് എക്കോണമി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കില്ല്, നോളജ്, ടെക്നോളജി, അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഇതിനൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ സംരംഭം ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നോളജ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് സർക്കാർ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമുക്ക് അത് ഗവൺമെന്റ് അങ്ങനെ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്തത് നോളജ് സെക്ടറിലാണ് എന്നുള്ള ഗവൺമെന്റ് ആ ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്യും അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന വലിയൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഗവൺമെന്റ് സ്റ്റേറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ സംശയമാണ്. കാരണം ഗവൺമെന്റ് അന്ന് പറഞ്ഞിട്ടാണ് 20 ലക്ഷം തൊഴിൽ 2026 ആകുമ്പോഴത്തേക്ക് ക്രിയേറ്റ് ചെയ്യും നോളജ് എക്കോണമിയിൽ എന്നായിരുന്നു ഗവൺമെന്റ് പറഞ്ഞിട്ടായിരുന്നു. അത് എത്രത്തോളം അച്ചീവ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ഈ ഈ നിഷ് ഏരിയസിലായിട്ട് നോളജ് എക്കോണമി നിഷ് ഏരിയസ് അതായത് മൈക്രോബയോ, അതുപോലെ ജീനോമിക്സ്, ഇങ്ങനത്തെ ഏരിയാസൊക്കെ ഒരുപാട് സെന്റർ ഓഫ് എക്സലൻസുകൾ, പിന്നെ അതുപോലെ സയൻസ് പാർക്കുകൾ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, പിന്നെ അതുപോലെ ഫാർമാസ്യൂട്ടിക്കൽ പാർക്സ്, ന്യൂറാസ്യൂട്ടിക്കൽ പാർക്സ്, ഇങ്ങനത്തെ ഒരുപാട് സെന്റർ ഓഫ് എക്സലൻസുകളും മറ്റൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ ഹൈ നോളജ് സൊസൈറ്റിയെ പ്രോപ്പറായിട്ട് ഒരു എംപ്ലോയ്മെന്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു എഫേർട്ട് ഗവൺമെന്റ് സൈഡിൽ കേരള നോളജ് എക്കോണമി മിഷന്റെയും കിഫ്ബിയുടെ കീഴിലായിട്ട് നടക്കുന്നത്. അതൊരു നല്ലൊരു സ്റ്റാർട്ടായിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ ഇനി സമയം എടുക്കുന്നത് കൊണ്ടാണോ എന്നുള്ള കാര്യം അത് കുറച്ചുകൂടി അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനൊക്കെ ഉം. കാര്യമാണ് എനിക്ക് തോന്നിയത്. ജാവേദ് പറയുന്നതിനൂടെ ഞാനും 2 പോളിസീസ് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ നോളജ് എക്കണോമിയുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു പോളിസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട്. റെഗുലേഷൻസ് ഒക്കെ കുറക്കുക. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും റൺ ചെയ്യാനുമുള്ള റെഗുലേഷൻസും കംപ്ലയൻസുകളും കുറക്കാൻ വേണ്ടിയിട്ടുള്ള പലധികം റിഫോമുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉം. അപ്പോൾ അതുവഴി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കൊമേഴ്സ് മിനിസ്ട്രിയുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്താണ് കേരളം വന്നിട്ടുള്ളത്. ഉം. അപ്പോൾ കേരളം ഒരു ലീഡറാണ് ഇപ്പോൾ ചേഞ്ച് കൊണ്ടുവരുന്നതിൽ, ബിസിനസ്സുകൾ ഈസി ആയിട്ട് നടത്തുന്നതിലുള്ള പോളിസീസ് കൊണ്ടുവരുന്നതിൽ എന്നൊക്കെ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അഗെയിൻ ഒരു ട്രഡീഷണലി ലെഫ്റ്റ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇടതുപക്ഷ പൊളിറ്റിക്സിന്റെ ഇതാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചും കൂടി ഇൻഡസ്ട്രീനെ ഫേവർ ചെയ്യുക, കുറച്ചും കൂടി പുതിയ ബിസിനസ്സുകൾ വരിക എന്നൊക്കെ വിചാരിച്ചിട്ട് അതുവഴി ജോലിയും കൂടി കൂടുക എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം സർക്കാർ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുകൾ കൊണ്ടുവന്നത്. അപ്പോൾ ഉം. അതില് സർക്കാർ നടത്തിയ മുന്നേറ്റം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെ പുതിയ ബിസിനസ്സുകൾ വരാനും ഇൻഡസ്ട്രികൾ വരാനൊക്കെ ഉം. സഹായകരമാവുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു പോളിസി കുറെ കാലമായിട്ട് ഇടത് സർക്കാരുകളും അല്ലെങ്കിൽ ഇടതുപക്ഷ സ്റ്റുഡൻസ് യൂണിയനും ഒക്കെ എതിർക്കുന്ന ഒരു സാധനമാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരിക എന്നുള്ളത്. ഉം. റീസെന്റ് സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പും നടത്തി. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഫോറിൻ യൂണിവേഴ്സിറ്റികളും ഒക്കെ കേരളത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റെപ്പാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ഭയങ്കര അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം ഉം. നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തമിഴ്നാടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും കർണാടക വെച്ച് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ ഒരുപടി താഴെയാണ്. ഉം. കർണാടകയും തമിഴ്നാടും ഒക്കെ ഭയങ്കര ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബുകൾ പോലെയൊക്കെ ആയി മാറുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഉം. നമ്മളെപ്പോഴും കുറച്ച് പിന്നിലേക്ക് തന്നെയാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിനാരിയോ. അതിന്റെ ഒരു ഫാക്ടർ എനിക്ക് തോന്നുന്നു അത്രയധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഒന്നും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിനൊരു മാറ്റം എന്നുള്ള രീതിയിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നത് ഒരു നല്ല പോളിസി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത് ഒന്ന് നമ്മൾക്ക് കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വന്തമായിട്ട് കോഴ്സസും കരിക്കുലവും ഒക്കെ ഈസിലി ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അശോക യൂണിവേഴ്സിറ്റി പോലെയും ഉം. അങ്ങനെയുള്ള പല ലീഡിംഗ് യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിൽ ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. അവരാണ് സ്വന്തമായിട്ട് മോഡേൺ
കരിക്കുലവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റേറ്റിൻ്റെ നിന്ന് മാറിയിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നത് ആ ഒരു ഫാക്ടർ നോക്കുമ്പോൾ നല്ലതാണ്. അത് ഉം. കൂടാതെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ പോലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ ഇവിടെ വന്ന് ക്യാമ്പസ് തുടങ്ങുമ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റികളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് അവരായിട്ട് മീറ്റ് ഉം. ചെയ്തിട്ട്. കാരണം അവർക്കും കുട്ടികളെ അട്രാക്ട് ചെയ്യണമല്ലോ. അപ്പോൾ അവരവരുടെ ടീച്ചർമാരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, കോഴ്സസ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുവഴി നമ്മളുടെ ജനറലി ഹയർ എഡ്യൂക്കേഷൻ സിനാരിയോ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രൈവറ്റും ഫോറിൻ യൂണിവേഴ്സിറ്റികളും ഒക്കെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആ പോളിസിയും നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. യാ. ഉം. യാ. ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പ്രീവിയസ് ഗവൺമെന്റ് പോളിസീസിനകത്ത് ഈ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ലെഫ്റ്റിന്റെ ആ ഒരു കാര്യം ഇങ്ങനെ വന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, നമ്മൾ മുമ്പൊക്കെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി തന്നെ ഭയങ്കര ഒരു ഫേമസ് ആയ മോഡലാണ്, റൈറ്റ്? അപ്പം അമർത്യ സെന്നൊക്കെ അതിനെപ്പറ്റി കുറേ സംസാരിച്ചിട്ടുണ്ട്. മോദി മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യോഗി ആദിത്യനാഥൊക്കെ കേരളത്തിൽ വന്ന സമയത്ത് ഗുജറാത്ത് മോഡൽ വേഴ്സസ് കേരള മോഡൽ എന്നൊരു ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കേരള മോഡൽ ഫേമസ് ആയിരിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യുക, അതിനകത്ത് കൂടുതലും ഗവൺമെന്റ് റിസോഴ്സസ് പബ്ലിക് ഫണ്ട്സ് പമ്പ് ചെയ്യുക, ഹെൽത്ത് കെയറിനകത്തും എഡ്യൂക്കേഷനകത്തും കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിനകത്ത് അത് എംപ്ലോയ്മെന്റിലേക്കും ഗ്രോത്തിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ് കേരള മോഡൽ ബേസിക്കലി, റൈറ്റ്? അപ്പം അതിനകത്തൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് കേരളത്തിൽ കഴിഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് 25-30 ഇയേഴ്സിൽ സംഭവിച്ചിട്ടുള്ളത്. ഈവൻ ലെഫ്റ്റ് പാർട്ടീസ് തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ കുറേ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ജാവേദ് കിഫ്ബിയുടെ എക്സാമ്പിൾ പറഞ്ഞു. പബ്ലിക് ഓർഗനൈസേഷൻസ് മാത്രമല്ല പ്രൈവറ്റ് ഓർഗനൈസേഷൻസും വരണം എന്ന സംസാരം തുടങ്ങി. അതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ വെൽക്കം ചെയ്യുക, അല്ലെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കോൺവെർസേഷൻ വരിക. സോ ഇതൊരു കേരള മോഡലിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഷിഫ്റ്റാണ്. ഇതിനെപ്പറ്റി അമർത്യ സെൻ ഇപ്പം എന്ത് പറയുന്നു നമ്മൾ അതൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, റൈറ്റ്? അപ്പം എനിവേ, അപ്പം നമ്മൾ ഇത്രയും നേരം എന്ത് പോളിസീസ് ആണ് കഴിഞ്ഞ ഗവൺമെന്റ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പം ഇനി മുന്നോട്ട് അടുത്തൊരു ഗവൺമെന്റ് വരുമ്പോൾ സെയിം ഗവൺമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സെയിം പാർട്ടിയുടെ ഗവൺമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ഗവൺമെന്റ് ആയിരിക്കാം. അവർ വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ അവരോട് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എന്ത് പോളിസീസ് ആയിരിക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക? അല്ലെങ്കിൽ നമുക്കൊന്ന് നമ്മുടേതായിട്ടുള്ളൊരു ഡ്രീം പോളിസീസ്, ലൈക്ക് എല്ലാം നടക്കണം എന്നില്ല, അല്ലെങ്കിൽ എല്ലാം പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 ആവണമെന്നില്ല, പക്ഷേ എങ്കിലും എന്താണ് നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പോളിസീസ്? ഇപ്പം ഒരു പൊളിറ്റീഷ്യൻ ഇത് കേൾക്കുകയാണെങ്കിൽ, പുതിയൊരു ചീഫ് മിനിസ്റ്റർ ഇത് കേൾക്കുകയാണെങ്കിൽ, അവരോട് പറയാൻ പറ്റുമെങ്കിൽ എന്താണ് പുതുതായിട്ട് പോളിസീസ് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏരിയാസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഒന്ന്, ഒരു നമ്മുടെ ടൂറിസം സെക്ടറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ വരുന്ന കാര്യമായിട്ട് ചെയ്യണമെന്ന് ഒരു ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ കേരളം ഈ ഒരുപാട് ഇങ്ങനെ നാച്ചുറലി ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. നമുക്കറിയാം, ഇത്രയും കോസ്റ്റ്ലി ഏരിയയും മറ്റേ ഹിൽ ഏരിയസും വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് കുറഞ്ഞ സ്ഥലം വരുന്നുണ്ട്. അപ്പോൾ ഒരു ടൂറിസ്റ്റിന് വരുമ്പോൾ ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പോഗ്രഫിയും എല്ലാമാണ് കേരളത്തിലുള്ളത്. ആ, ഇത് പക്ഷെ ഇതിന് നമ്മൾ ഒരു സ്വാഭാവികമായിട്ടുള്ള ടൂറിസ്റ്റ് ഇൻഫ്ലോ എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും മാറിയിട്ടുണ്ടെന്ന് ഭയങ്കര സംശയമാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ആലോചിക്കുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിന്നെ ട്രിവാൻഡ്രത്താണ്, ഇവിടെ അടുത്താണ് നമ്മുടെ മൺട്രോത്തുരുത്ത്. മൺട്രോത്തുരുത്ത് പോലുള്ള ഒരു വലിയൊരു സ്ഥലം, അതും അതിന്റെ ട്രൂ പൊട്ടൻഷ്യൽ ഇപ്പോഴും അങ്ങോട്ട് ടൂറിസ്റ്റ് ഫോളൊക്കെ ഉണ്ടാകുന്നുള്ള ചോദിച്ചാൽ സംശയമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഇതെല്ലാം നമുക്ക് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പിൽഗ്രിം ടൂറിസത്തിന് ഭയങ്കര സാധ്യതയുണ്ട്. നമുക്ക് എല്ലാ റിലീജിയസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പ്ലേസസും നമുക്ക് കേരളത്തിൽ ശബരിമല പോലെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഉണ്ട്. ഉം. അതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിറ്റീസിനും പറ്റിയ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ടൂറിസ്റ്റ് അത്ര സാധ്യതയുള്ള ഏരിയാസ് ഉണ്ട്. അതല്ല, പിന്നെ അതുപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ആയുർവേദ എഴുത്തിൻ്റെ ഓപ്ഷൻ നമ്മൾ പറയാൻ പറ്റുന്നു. അപ്പോൾ ഈ അങ്ങനെ കേരളത്തിന് ഒരുപാട് തലത്തിൽ ബ്ലെസ്ഡ് ആയിട്ട് ഒരുപാട് ഇങ്ങനത്തെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കേരളം ഈ അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പറയുമ്പോഴും നമുക്ക് നമ്മുടെ ഒരു ഇപ്പോൾ നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിനൊക്കെ ഒരു ഭയങ്കരമായിട്ടൊരു റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഈ ഒരു പോപ്പുലേഷനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ടൂറിസം ഒരു വലിയൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ്. നമുക്ക് അതിനുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും സർക്കാരുകളായിട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ വരുന്ന NH ഹൈവേയും ഇനിയിപ്പോൾ സംസാരിക്കുന്ന കേരളയെല്ലാം അതിന് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഗവൺമെന്റ് എടുക്കുന്ന കുറച്ചും കൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള പോളിസീസ് ഈ ടൂറിസത്തെ അതിന്റെ പൊട്ടൻഷ്യലി ടാപ്പ് ചെയ്യാൻ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒരുപാട് ഇത് നമ്മുടെ അടുത്ത് തന്നെയുള്ള നമുക്ക് മാലദ്വീപ്സ് ഉണ്ട്. അവർക്ക് ഇത്രത്തോ എങ്ങനെയാണ് ടൂറിസം വെച്ച് മാത്രം നമുക്ക് അവര് എങ്ങനെയാണ് ഒരു എക്കോണമി മുന്നോട്ട് കൊണ്ടുപോകുന്ന എക്സാമ്പിൾ ഒക്കെ ഉണ്ട്. അത് കൂടുതൽ കേരളത്തിൽ സമഗ്രമായിട്ടുള്ളൊരു ഒരു കോംപ്രിഹെൻസീവ് പോളിസി ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ള ഒരു സജഷൻ. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് തോന്നി, ഇപ്പൊ നമ്മള് യൂത്തിന്റെ ഇടയിൽ ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഫിനാൻസ്. അപ്പോൾ ഇതിനെ
ആ, എനിക്കറിയില്ല അതിനൊരു വലിയൊരു സൊല്യൂഷൻ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതുവരെ തോന്നുന്നു. അതെങ്ങനെയാണ് അതിന്റെ അകത്തൊരു നമ്മൾ ഗവൺമെന്റിൽ ഒരു പീനൽ ആക്ഷൻ എടുക്കണം, ആ തരത്തിലോട്ട് പോകണമെന്നല്ല. അപ്പൊ ഇതിനൊരു കോംപ്ലക്സ് ആയിട്ട് തന്നെ ഇതുമായിട്ട് അനുബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് റൈസ് ചെയ്ത് വരുന്ന ഒരു ഉം. കാര്യമാണ്. അപ്പൊ ഇതിന് കണ്ടിന്യൂ അഡ്രസ് ചെയ്യുന്ന തലത്തിലും എന്തൊരു ഒരു എന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത്? അത് സർക്കാരിന്റെ ഭാഗത്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ സർക്കാർ എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു അങ്ങനൊരു ഫ്രെയിംവർക്ക് കൊടുത്തിട്ട് എങ്ങനെയും ഇവിടുത്തെ സിവിൽ സൊസൈറ്റിനെയും Yeah. ആ, ആ, എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അതിൻ്റെ അകത്തൊരു നമുക്കൊരു ദിശയില്ലാത്തതുപോലെ feel ചെയ്തു. കേരളം അതിന്റെ ഒരു ഏറ്റവും റിസീവിംഗ് എൻഡിൽ നിൽക്കുന്ന ഒരു വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ അത് കേരളം അതൊരു എനിക്ക് കേരള മോഡൽ എന്ന് പറഞ്ഞിട്ട് അത് കേരളത്തിന് അങ്ങനെ ഒരു ഇനിഷ്യേഷൻ കൂടി എടുക്കാനുള്ള ഒരു വലിയൊരു സ്കോപ്പ് കൂടി അതിന്റെ അകത്തുണ്ട്. Yeah. Yeah. എനിക്ക് തോന്നുന്ന 2 പോളിസീസ് ആദ്യം നമ്മളുടെ സാമ്പത്തിക മേഖലയാണ്. കാരണം കുറേ കാലമായിട്ട് നമ്മൾ കടത്തിന്റെ പ്രശ്നങ്ങളും വളരെയധികം സാമ്പത്തിക ബാധ്യതകളുള്ളതിനെ പറ്റിയിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മളത് എത്രയും വേഗം അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ കടമൊക്കെ യൂഷ്വലി പറയുന്നത് ഡെബ്റ്റ് ടു ജിഡിപി റേഷ്യോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കേരളത്തിന്റെ ഡെബ്റ്റ് ടു ജിഡിപി റേഷ്യോ എപ്പോഴും ഭയങ്കര ഹൈ ആണ്. 30%-ക്കാളൊക്കെ മുകളിലാണെന്നൊക്കെ ഉള്ള കണക്കുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉം. റീസെന്റ്ലി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും ഇതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ വലിയ കടങ്ങളെ പറ്റിയിട്ടൊക്കെ. ഉം. അപ്പോൾ ഈ കടങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ മിക്കവാറും കടങ്ങളിലുള്ള വലിയൊരു ശതമാനം നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട്, അതായത് ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറും ഉണ്ട്. ഉം. കിഫ്ബി പോലത്തെ പദ്ധതികളും കടങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ എടുക്കുന്നത് ഈ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പെൻഷൻ കൊടുക്കാനും സാലറി കൊടുക്കാനും വേണ്ടിയിട്ടൊക്കെ. ഉം. ഇപ്പോൾ 2018 കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഓർഗനൈസേഷനും കുറെ അധികം കടങ്ങൾ എടുത്തിട്ട് ആണ് പെൻഷൻ കൊടുത്തു വരുന്നത് ഇപ്പോഴ്. ഉം. ഉം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളം വളരെയധികം പ്രായം കൂടി വരുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മളുടെ മീഡിയൻ ഏജ് 40 വയസ്സിന്റെ അടുത്തേക്കൊക്കെ എത്തി. അപ്പൊ ഉം. നമ്മൾ ഇനിയും ഈ പെൻഷൻ ബാധ്യതകളൊക്കെ കൂടാൻ പോകുന്ന ഒരു സാഹചര്യവുമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കേരളം എങ്ങനെയാണ് അതിന്റെ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ തുടക്കത്തിലൊക്കെയുള്ള ഒരു എപ്പിസോഡിൽ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. സർക്കാർ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. കേരള ഉം. സർക്കാർ കുറേയധികം കാര്യങ്ങൾ കുറേയധികം മേഖലകളിൽ കൈയടത്തുന്നുണ്ട്. അതൊക്കെ ഇനി ചെയ്യണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കാരണം നമ്മൾക്ക് എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പൊ സർക്കാരിനില്ല സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഉം. എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഫോക്കസ് ചെയ്യുക. ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നത് മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് സർക്കാർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറെ കാര്യങ്ങൾ സർക്കാർ ചെയ്യണ്ട എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മൾ കേരള ഗവൺമെന്റ് ക്യാബ് സർവീസ് തുടങ്ങുന്നതും വൈഫൈ കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാതെ ഇനി പെൻഷനും സാലറിയും ഒക്കെ പ്രധാനമായിട്ട് കൊടുത്ത് തുടങ്ങുക എന്നൊക്കെ ഉള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആ ഒരു സാമ്പത്തിക മേഖല എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഇനിയുള്ള കാലങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി വരുന്നുണ്ട്. അപ്പൊ ഉം. അതില് കൃത്യമായിട്ട് ഒരു പോളിസിയും കൃത്യമായിട്ട് നയങ്ങളുള്ള ഒരു സർക്കാർ ആവണം എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ആഗ്രഹം. രണ്ടാമത്തത് ഒരു എൽഡർ കെയർ പോളിസി ഇപ്പൊ റീസെന്റ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും പ്രോപ്പർലി നമ്മളുടെ പബ്ലിക് ഹെൽത്ത് സിറ്റുവേഷൻ, പബ്ലിക് ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കുക, പ്രിവെന്റീവ് കെയർ കൊടുക്കുക, ഓൾഡ് ഏജ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാലിയേറ്റീവ് കെയർ, അവർക്ക് വേണ്ട സർവീസസ് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു കെയർ സംവിധാനം കേരളം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇപ്പോഴും നമ്മൾക്ക് ഹോം നഴ്സുകളെ കിട്ടാനൊക്കെ പാടാണ്. ഉം. അത്ര നല്ല ഓൾഡ് ഏജ് ഫെസിലിറ്റീസ് ഇല്ല. ചില ഉം. പ്രൈവറ്റ് കമ്പനികളൊക്കെ കമ്മ്യൂണിറ്റി ലിവിംഗ് സെന്ററുകളും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടി പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും പൊതുവെ കുറവാണ് ഓൾഡ് ഉം. ഏജ് കെയറിനും അങ്ങനെയൊക്കെ. ഉം. നമ്മള് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളം വയസ്സായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ കൃത്യമായിട്ട് ഒരു എൽഡർ കെയർ പോളിസി നമ്മൾ രൂപീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും ആവശ്യമുണ്ട്. ഉം. നമ്മൾക്ക് ഇപ്പൊ പല ഓൾഡ് ഏജ് ഹോമുകളും ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ ആണ് റൺ ചെയ്യുന്നത്. ഉം. പലപ്പോഴും പല മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കും റൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റ് റൺ ചെയ്യുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ പോലെ ആയിരിക്കും. ഉം. അതിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി നല്ല സർവീസ് കൊടുക്കുന്ന, പലപ്പോഴും പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ റൺ ചെയ്യിപ്പിക്കുന്ന ഓർഗനൈസേഷൻസ് വരേണ്ട ആവശ്യമുണ്ട്. ഇതിനൊക്കെ വേണ്ട പോളിസീസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനത്തെ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാതെ നമ്മളുടെ വയസ്സായവരെ നമ്മൾ കൈയൊഴിയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവാൻ ഉം. സാധ്യത. അപ്പോൾ അതിലും കൂടി ഇനിയുള്ള സർക്കാർ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ.
യാ. എനിക്ക് പുതിയതായിട്ട് പോളിസീസ് ഒന്നും ആഡ് ചെയ്യാനില്ല. പക്ഷെ 2 പോയിന്റ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ആഡ് ചെയ്യാൻ തോന്നിയത്, നമ്മൾ ഈ ഫിസ്ക്കൽ ഡിസിപ്ലിൻ, അതായത് സാമ്പത്തികമായിട്ട് ഗവൺമെന്റിന് ഡെറ്റ് ഉണ്ട്. അതിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ട കാര്യം ആനന്ദ് പറഞ്ഞു. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇപ്പോഴത്തെ പ്രോമിസുകൾ നോക്കുകയാണെങ്കിൽ, പാർട്ടികൾ നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാനിഫെസ്റ്റോ ഒന്നും ഇറക്കിയിട്ടില്ല എങ്കിലും ഇപ്പം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് CPM പെൻഷൻ കൂട്ടുന്ന ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് ഇപ്പോൾ ഇലക്ഷന് മുമ്പ് ഒരു 5 പോയിന്റ് അജണ്ട പറഞ്ഞു. അതിനകത്ത് 1, 2 കാര്യങ്ങൾ KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയ ട്രാവൽ, അല്ലെങ്കിൽ ആം, ഹയർ എഡ്യൂക്കേഷന് പോകുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം അവരുടെ മാസമാണോ വർഷമാണോ എനിക്ക് മാസം ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, റൈറ്റ്? അപ്പം ഈ പോളിസീസ് നല്ലതാണ്. KSRTCയിൽ കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്നത് നല്ലതാണ്. ഗവൺമെൻറ് എഡ്യൂക്കേഷനിലേക്ക്, ഹയർ എഡ്യൂക്കേഷനിലേക്ക് പെൺകുട്ടികൾ വരുന്നത് നല്ലതാണ്. പക്ഷേ ഇതിനുള്ളൊരു ഒരു ഒരു കേപ്പബിലിറ്റി ഗവൺമെൻറ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇപ്പം ഇനി CPM പുതിയൊരു മാനിഫെസ്റ്റോ ഇറക്കും, ഇതിനെക്കാട്ടും വെല്ലുന്ന പുതിയ വെൽഫെയർ പോളിസീസും കൊണ്ട് വരുമായിരിക്കും, റൈറ്റ്? അപ്പോൾ ഇതൊക്കെ മുടക്കാനുള്ള പൈസ കേരള ഗവൺമെൻറ്റിനുണ്ടോ? എവിടുന്നാണ് ആ പൈസ കണ്ടെത്തുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതിലും പാർട്ടീസ് വില്ലിങ് ആവണമെന്നുള്ളതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഹയർ എഡ്യൂക്കേഷൻ്റെ പോയിന്റ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു. അപ്പോൾ ഫോറിൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കേരളത്തിൽ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. പക്ഷേ ആ ബില്ല് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ടേബിൾ ചെയ്തതാണെങ്കിലും പിന്നെ അതിനെതിരെ ഒത്തിരി എതിർപ്പും കാര്യങ്ങളെല്ലാം വന്ന് അങ്ങനെ അതങ്ങോട്ട് പോയി, റൈറ്റ്? ഒരു പ്രത്യേകിച്ച് അതിനകത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടായില്ല, റൈറ്റ്? അപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ വരുന്നൊരു പോയിന്റ് പറഞ്ഞിരുന്നു, ഒരു ബില്ല് ടേബിൾ ചെയ്തിരുന്നു, റൈറ്റ്? ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, പ്രൈമറി എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷനകത്ത് കേരളം ഇന്ത്യയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, റൈറ്റ്? പക്ഷെ ആ ഒരു എഡ്യൂക്കേഷണൽ, നേരത്തെ ആനന്ദ് പറഞ്ഞല്ലോ, ആ ഒരു സ്ട്രെങ്ത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹിസ്റ്റോറിക്കലി നമുക്ക് പറ്റിയിട്ടില്ല, റൈറ്റ്? ഇപ്പമാണ് നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഭയങ്കര ഒരു എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്ത് നമ്മുടെ ഉണ്ട്. വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ജോലിയില്ലാത്ത യൂത്ത് ഉണ്ട്. ഒത്തിരി പേര് പഠിക്കാനും ഈവൻ ജോലി ചെയ്യാനും വേറെ കൺട്രീസിലോട്ടാണ് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൽ പുറത്ത് പഠിക്കാൻ പോയ ഒരു ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ജോലിക്ക് വേണ്ടി പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ അത് എഡ്യൂക്കേഷന് വേണ്ടി പുറത്തോട്ട് പോകുന്ന അവസ്ഥയാണ്, റൈറ്റ്? അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് നെഗ്ലക്ട് ചെയ്തൊരു ഫീൽഡാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡ്. അപ്പോൾ ആ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡ് റിഫോം ഇമ്പോർട്ടൻ്റ്ലി വരണം. ഈവൻ നോളജ് എക്കോണമി പോലത്തുള്ള മൂവ്സ് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ സ്കില്ലിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതൊരു ഷോർട്ട് ടേം ഫിക്സ് ആണ്, റൈറ്റ്? ഹയർ എഡ്യൂക്കേഷനിൽ തന്നെ ആ ഒരു വ്യത്യാസം വന്നില്ലെങ്കിൽ, എസ്പെഷ്യലി ലേബർ മാർക്കറ്റ് AI ഒക്കെ വന്നുകൊണ്ട് ഇത്രയും മാറുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഹയർ എഡ്യൂക്കേഷനകത്തൊരു ഒരു ഒരു കാര്യമായ റിഫോം വന്നില്ലെങ്കിൽ, ഇപ്പം പല ഗവൺമെൻറ് കോളേജുകളിലും സീറ്റുകൾ വേക്കൻ്റ് ആയി കിടക്കുന്ന പോലെ ആ വേക്കൻസി ഇങ്ങനെ കൂടി വരാനേ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, റൈറ്റ്? ഹയർ എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ പിന്നെ ഒരു വലിയ എപ്പിസോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് അത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പം ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ കേരളത്തിൻ്റെ ഇലക്ഷൻസിനെ പറ്റി സംസാരിച്ചു, പൊളിറ്റിക്കൽ സിറ്റുവേഷനെ പറ്റി സംസാരിച്ചു, കഴിഞ്ഞ ഗവൺമെൻറ് നല്ല പോളിസീസിനെ പറ്റി സംസാരിച്ചു, മുന്നോട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോളിസിനെ പറ്റി സംസാരിച്ചു. നിങ്ങൾക്കും ഈ കേരള ഇലക്ഷൻസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻസിലിടാം. പുതുതായിട്ടുള്ള പോളിസീസ് എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ഇടാം. മുന്നോട്ടുള്ള എപ്പിസോഡുകൾ നമുക്കത് സംസാരിക്കാൻ പറ്റും. അപ്പം ആനന്ദൻ, ജാവേദ്, താങ്ക് യു സോ മച്ച്. അപ്പം ഞങ്ങൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്തൊരു പുതിയ എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ. ബൈ.